അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഏകദേശം ഒരു മാസം അതുപോലെ തന്നെ 8 ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ഇപ്പോൾ ഇടുന്നത്. ഷോർട്സ് ആണെങ്കിലും അങ്ങനെ തീരെ കൺസിസ്റ്റൻ്റ് ഒന്നും അല്ലായിരുന്നു. എപ്പോഴെങ്കിലും ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് പോകും. അപ്പോൾ കമൻസ് ഫുള്ളിപ്പോൾ എൻ്റെ ലോങ് വീഡിയോ എവിടെയെന്ന് ചോദിച്ചിട്ടുള്ള കമൻസ് ആയിരുന്നു. പിന്നെ ഈ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ നോക്കുമ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ചാനലിൽ കൂടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഏകദേശം ഇപ്പോൾ 10K ആവാനായിട്ടുണ്ട്. 9K സ്റ്റാർട്ടിങ്ങിലായിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ 10K ആവാനായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മളൊന്ന് വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ കുറേ പേര് ഇങ്ങനെ ചോദിക്കാനൊക്കെ ഉണ്ടെന്നൊക്കെ കാണുമ്പോൾ അതൊരു പ്രത്യേക ഹാപ്പി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ 1500 ഒരു ഹാമ്പർ സെറ്റ് ചെയ്യണേ, ആ വീഡിയോ ഇട്ട പിറ്റേന്നൊക്കെ ഏകദേശം 1K 2K ഇങ്ങനെ നിൽക്കുകയായിരുന്നു. വലിയ വ്യൂസൊന്നും ഇല്ലായിരുന്നു, ഷോർട്സ് ആണ്. പക്ഷേങ്കിൽ ഇന്നലെ രാത്രി ഞാൻ അതിൻ്റെ വ്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഞാനിങ്ങനെ എനിക്കിങ്ങനെ തോന്നി എന്തൊക്കെയോ മാറ്റം ചാനലിൽ വരുന്നുണ്ട്. പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വെറുതെ എല്ലാ വീഡിയോസും ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് 2 lakhs ഒക്കെ ആയിട്ടുണ്ട്. അതുവരെ അതിനൊരു എനിക്കൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ പെട്ടെന്ന് അങ്ങനെ കൂടിയതാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോ ഇടാനും ഭയങ്കര ഇൻട്രസ്റ്റ്. ഇത് ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇൻഷോട്ടൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്തിട്ടും വോയിസ് കൊടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ഓഫീസ് ലീവാക്കി. കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് ഈ ഒരു മന്തും കഴിഞ്ഞ മന്തൊക്കെ ഓർഡേഴ്സിൻ്റെ പിന്നാലെ അങ്ങനെ ആയതുകൊണ്ട് എല്ലാത്തിനും കൂടെ ടൈമായിട്ട് സെറ്റായി വരുന്നില്ലായിരുന്നു. അപ്പോൾ ഉറക്കമൊന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇന്ന് അതിൻ്റേതായിട്ടുള്ള ഇങ്ങനെ കുറച്ച് ടയേർഡും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇന്ന് ലീവാക്കാൻ വെച്ചു. അപ്പോൾ ലീവാക്കിയപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ തന്നെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യും, അങ്ങനെ വോയിസ് കൊടുത്തിട്ട്. അപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണമൊക്കെ ഞാൻ പറയട്ടോ. അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഷോർട്സിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ പറയാം. എൻ്റെ യൂട്യൂബിൽ ഇപ്പോൾ 2 lakhs ഇന്നലെ പെട്ടെന്ന് ആയി എന്ന് പറഞ്ഞല്ലോ. ആ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ട ടൈമിൽ അന്ന് തന്നെ 100K വ്യൂസ് പെട്ടെന്നായി. നെക്സ്റ്റ് ഡേ 200, അങ്ങനെ പോയി. ഒരു 8-10 ദിവസം കൊണ്ട് തന്നെ 1 million+ വ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അതൊരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പുറമെ കുറേ ഓർഡേഴ്സ്, അങ്ങനെ എൻക്വയറീസ് ഓർഡേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റീച്ച് ആയതുകൊണ്ട് എന്താ അറിയില്ല, അതിനുശേഷം ഞാൻ ഇടുന്ന വീഡിയോസും അതിൻ്റെ കൂടെ ഇട്ട വീഡിയോസിനൊക്കെ പിന്നെ അത്യാവശ്യം വ്യൂസ് ഉണ്ട് ഇൻസ്റ്റയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് നമ്മളെ ക്രാഫ്റ്റിൻ്റെ പേജ് പുതിയതായിട്ട് അറിയണോണ്ടും നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ടൊക്കെ അങ്ങനെ കുറേ ഓർഡേഴ്സ് അങ്ങനെ മാഷാഅല്ലാഹ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യണ തിരക്കും, പിന്നെ ഓഫീസിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാവിലെ ഒരു 8 മണി 8:30 തൊട്ട് 8:30 പോകും. അത് തൊട്ട് ഈവനിങ് 6 മണി വരെ ഓഫീസിലായിരിക്കുമല്ലോ. അപ്പോൾ അതും പിന്നെ വീട്ടിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പിന്നെ ടൈം കിട്ടലില്ല, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ ഈ ഓർഡേഴ്സിൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യൽ 6 മണിക്ക് ഓഫീസ് കഴിഞ്ഞ് വന്ന്, രാവിലെ എന്ന് പറയുമ്പോൾ ഞാൻ 6 മണിക്ക് എണീക്കും. ആദ്യമൊക്കെ 5 മണിക്ക് എണീറ്റിരുന്നു. പക്ഷെ ഇപ്പോൾ 6 മണി 6:30 ആകുമ്പോഴാണ് എണീക്കൽ. കാരണം രാത്രി ഉറങ്ങാൻ ലേറ്റ് ആവുന്നതുകൊണ്ട്. എണീറ്റിട്ട് ജസ്റ്റ് ചായ കടി പിന്നെ ചോറും കൂടെ വെക്കുമ്പോഴത്തേന് എനിക്ക് പോകാൻ ടൈമായി. പിന്നെ ക്ലീനിങ്ങിനൊന്നും ടൈം കിട്ടലില്ല. കറിയൊക്കെ അധിക ദിവസം ഇപ്പം കാക്കാരെല്ലാം കൊണ്ടുവരും. ചിലപ്പോൾ ഉണ്ടാക്കാൻ ടൈം ഉണ്ടെങ്കിൽ തലേന്ന് രാത്രിയൊക്കെ ഉണ്ടാക്കി വെക്കും, അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ 6 മണിക്ക് അവിടെ കഴിഞ്ഞ് ടൗണിലെത്തുമ്പോൾക്ക് 6:30 ആവും വണ്ടി എത്തിയിട്ട്, ബസ് എത്തിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഈ സാധനങ്ങൾ ഓരോ ഷോപ്പിലും പോയി പലതും പല ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത്, ഷർട്ട് ഒരു ഷോപ്പിൽ നിന്ന്, പിന്നെ ഈ ബേബി ഹാമ്പറിക്കുള്ള കുട്ടികളുടെ ഡ്രസ്സ്, ഓരോ ടോയ്സൊക്കെ അത് വേറെ ഷോപ്പിൽ, പിന്നെ പെർഫ്യൂം, ഫാൻസി ഐറ്റംസ്, ഈ ആക്സസറീസൊക്കെ ആഡ് ചെയ്യാൻ ഉണ്ടാവലുണ്ട്, ഇയറിങ്സ് അങ്ങനെയൊക്കെ. അപ്പോൾ അത് വേറെ ഷോപ്പിൽ, ചോക്ലേറ്റ്സും ബോക്സൊക്കെ വേറെ ഷോപ്പിൽ, അങ്ങനെ പല ഷോപ്പിലും കയറി ഇറങ്ങി സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേന് ഏകദേശം 7:30 ഒക്കെ ആകും. ഞാൻ നേരെ ഉപ്പാൻ്റെ ഷോപ്പിൽ വന്നിട്ട് ഉപ്പാണ് വീട്ടിലേക്ക് വരല്. അപ്പോൾ ഏകദേശം 8 മണിയാവും അവിടെയൊക്കെ പോയി വരുമ്പോൾക്ക്. 7:45 8 മണിയൊക്കെ ആകും വീട്ടിലെത്താൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിക്കൊക്കെയുള്ള ചപ്പാത്തി ഉണ്ടാക്കുക, പിന്നെ ഈ ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ കിച്ചണിൽ ഒരു ലോഡ് പാത്രം ഉണ്ടാവും, അതൊക്കെ വാഷ് ചെയ്ത് റൂമിലെത്തുമ്പോഴത്തേന് ഏകദേശം 10 മണി 10:30 ഒക്കെ ആവും.
എന്നിട്ട് പിന്നെ ഈ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യലും അത് വീഡിയോ എടുക്കലും പാക്കിങ്ങും എല്ലാം കൂടെ കഴിയുമ്പോൾക്ക് ഏകദേശം 1 മണി 1:30 കാവലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ഉറക്കം കിട്ടൂല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടലില്ല. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാതെ അങ്ങനെ ലേറ്റ് ആയത്. അങ്ങനെ പിന്നെ ഞാൻ മുറ്റെല്ലാം അടിച്ചു വാരി ചിക്കൻ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ചിക്കൻ കടേൻ്റെ നേരെ അപ്പുറത്തുനിന്ന് കണ്ടതാണ് കേട്ടോ ഇത്. മനുഷ്യവിടെ തലേന്ന് ഭാരം ഒഴിവാക്കാൻ നോക്കുമ്പോൾ അത് ഭാരം എടുത്ത് തലേ കയറ്റി വെക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ വണ്ടി എടുത്ത് വീട്ടിൽ വന്ന് പിന്നെ ചിക്കൻ്റെ അതിൻ്റെ പ്രിപ്പറേഷൻസാണ്. എനിക്ക് ഈ വണ്ടി ഉള്ളതുകൊണ്ട് ടൗൺ വരെ പോകാൻ ലൈസൻസ് ഉണ്ടെങ്കിൽ പറ്റിയിരുന്നു. പക്ഷേ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. മറ്റേ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് മറ്റേ ഷോപ്പിലേക്ക് പോകാനും ഒക്കെ ഈസി ആയിരിക്കും. ഇതിപ്പോൾ ഫുള്ള് നടന്ന് തന്നെ പോകുമ്പോൾ അങ്ങനെ ലേറ്റ് ആവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചിക്കന് മസാല കൂട്ടാണ് പൊരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ പിന്നെ അതിനൊക്കെ വേണ്ടി നിന്നു. അങ്ങനെ കറിക്കുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മ കറി എന്തായാലും ഉമ്മ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വീൽ ചെയറിൽ വെല്ലം വന്നിട്ട് കറി ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുറച്ച് ചെയ്ത് തന്നിട്ട് അങ്ങനെ പോയി. കാരണം എനിക്ക് അന്ന് ടൗണിൽ പോകാനും വേറെ ഹാമ്പേഴ്സ് അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊന്നെങ്കിൽ സൺഡേ എടുത്ത വീഡിയോ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓഫീസ് ലീവാക്കി എന്തെങ്കിലും കാരണം കൊണ്ട് ലീവാക്കി, കാരണം ഓർഡേഴ്സിൻ്റെ തിരക്കും അങ്ങനെയൊക്കെ ആയിട്ട് ലീവാക്കിയിട്ട് എടുത്ത അന്നത്തെ എന്തോ വീഡിയോ ആണ്. എന്തായാലും ഉമ്മ വന്നിട്ട് അങ്ങനെ കറി ഉണ്ടാക്കിയൊക്കെ തന്നിട്ട് പോയി. ഇതൊന്നാമത് കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൊരു വ്ലോഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതായത് എന്നെടുത്തതാണെന്നുള്ളത് കറക്റ്റ് ഓർമ്മയില്ല. എനിക്ക് ആകെ ലീവ് കിട്ടുന്നത് സൺഡേ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ലീവ് എടുക്കലാണ് ഓഫീസിൽ നിന്ന്, എന്തെങ്കിലും എനിക്ക് കാരണം ഉണ്ടാകും. അപ്പോൾ വർക്ക് ഓവർലോഡ് ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് അയക്കാനുള്ളതുണ്ടാകും, പോസ്റ്റ് ഓഫീസ് വഴി അയക്കാനുണ്ടാകും. അപ്പോൾ പോസ്റ്റ് ഓഫീസൊക്കെ 3 മണിക്ക് ക്ലോസ് ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ലീവാക്കി എന്തൊക്കെയാണ്. അങ്ങനെ പിന്നെ കിച്ചണത്തൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ റൂമിൽ വന്നിട്ട് ബെഡെല്ലാം വിരിച്ചിടുകയാണ്. അപ്പോൾ തലേന്ന് ഹാമ്പേഴ്സ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട്, അതായത് അടിച്ചു വാരി തുടച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് നേരെ ഫ്രഷ് ആവലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ടൗണിൽ പോയി. ഞാൻ പറഞ്ഞല്ലോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ നേരെ ടൗണിൽ ഉപ്പാൻ്റെ ഒപ്പം പോയി. ഒരു ഈവനിങ് ആയപ്പോഴാണ് എല്ലാം കഴിഞ്ഞ് പോയത്. എന്നിട്ട് പിന്നെ ഷർട്ട് ഞാൻ ഈ കുപ്പായി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ നിന്ന് അടുക്കൽ, പിന്നെ അവിടുന്ന് നേരെ ഗിഫ്റ്റ് ഹാമ്പർക്കുള്ള ബാഗ് അതുപോലെ ബോക്സ് ഇതൊക്കെ നോക്കി വാങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ എപ്പോൾ ഇടും എന്നിടും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.